ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ബർത്ത്ഡേ വ്ളോഗായിട്ടാണ് ഞാൻ എടുക്കുന്നത്. ഇപ്പോൾ വ്ളോഗായിട്ട് എടുക്കണമെന്ന് വിചാരിച്ചതല്ല. പുറത്ത് നല്ല മഴ, വീട്ടിൽ കറണ്ടില്ല, പിന്നെ നെറ്റ്വർക്കും ഇല്ല. എനിക്ക് ആരെയും കോൾ ചെയ്യാനും പറ്റില്ല, ഇങ്ങോട്ടേക്ക് ആരും കോളും പറ്റില്ല. സോ മൊത്തത്തിൽ ബാക്ക്ഡായിട്ട് ഇരിക്കുകയുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ബർത്ത്ഡേ കൂടെ നമുക്ക് വ്ളോഗായിട്ട് എടുത്തുകൂടാ എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ കറണ്ടില്ല, അതുകൊണ്ട് ഞാൻ ഫ്ലാഷ് ലൈറ്റ് ഇട്ടാണ് എടുക്കുന്നത്. അതുകൊണ്ട് എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത് എത്രത്തോളം എക്സൈറ്റഡ് ആയിരിക്കും വീഡിയോ എന്ന് എനിക്കറിയത്തില്ല. ഇനി ഞാൻ ബോറടിച്ചുകൊണ്ട് എടുത്ത് തുടങ്ങിയതാണ്. നമുക്കിവിടെ ചെറിയ ചെറിയ പണികളൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ ചെയ്തിരിക്കാൻ എനിക്ക് ആരെയും വിളിക്കാനും പറ്റുന്നില്ല, ഇങ്ങോട്ടേക്ക് കോളും വരുന്നില്ല. സോ എവിടെയെങ്കിലും പോകാനും ഇല്ല. അപ്പോൾ ഞാനിപ്പോൾ റെഡിയായിട്ടൊന്നുമില്ല, കുളിച്ചിട്ടും കാര്യങ്ങളൊന്നുമില്ല, പല്ലേച്ചിട്ട് മാത്രമേ ഉള്ളൂ, കഴിച്ചിട്ടുമില്ല. അപ്പോൾ അതിൻ്റെ അടുത്ത് കഴിക്കാനായിട്ട് ഉണ്ടായിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് കറണ്ട് പോയത്. അപ്പോൾ ഞാൻ ഈ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാനത് ഇൻക്ലൂഡ് ചെയ്യാം. പുറത്ത് നല്ല മഴയെ കാണിച്ചു തരാം കേട്ടോ. സോ കുളിയെല്ലാം കഴിഞ്ഞു. ബർത്ത്ഡേ പാർട്ടിക്ക് പോകാമെന്ന് വിചാരിച്ചോ? ഇല്ല, സവാളയൊക്കെ മേടിച്ചു വയ്ക്കാൻ പറ്റുമോ പറഞ്ഞു. സവാള പച്ചക്കറികൾ ഒന്നുമില്ല, തീർന്നു. സോ ഞാൻ അവിടെ ഇരിക്കില്ലേ, പോയി മേടിച്ചു വയ്ക്കൂ എന്ന് പറഞ്ഞു. നമ്മളധികം ഒന്നും ചെയ്യത്തില്ല, ബിക്കോസ് മഴ സ്റ്റിൽ പെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല. ഞാൻ ലിബാണ് കുളിച്ചുള്ളൂ, അതുകൊണ്ട് ഒരു നനഞ്ഞിട്ടിരിക്കണേന്ന്. ഇത് ഞാൻ നേരത്തെ മേടിച്ച ഡ്രസ്സാട്ടോ. ഇത് ബർത്ത്ഡേക്കായിട്ടൊന്നും മേടിച്ചതല്ല, ബ്ലാക്ക് ഫ്രൈഡേക്ക് ഞാൻ മേടിച്ചതാണ്. എനിക്കിഷ്ടമായി ടോപ്പ്, എനിക്ക് ഇങ്ങനത്തെ ടോപ്പോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മിന്ത്രയിൽ ഒരു പ്രാവശ്യം ബ്ലാക്ക് ഫ്രൈഡേക്ക് 75% ഓഫർ വന്നപ്പോഴത്തേക്ക് അപ്പം തന്നെ മേടിച്ചു. ഇത് 300 സംതിങ് എത്ര ആയുള്ളൂ. കുറച്ചു നേരം മുന്നേ അവരെ കറണ്ട് ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ തേച്ചില്ല. അതുപോലെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കാണ് കറണ്ട് വരുന്നത്. ഇവിടെ അടുത്ത് വരെയാണ് പോണത്. എന്നാലും ഭംഗിയിൽ പോകാമെന്ന് വിചാരിച്ചു. നമ്മുടെ ഒരു 20s ഒക്കെ കഴിഞ്ഞിട്ടുള്ള ബർത്ത്ഡേസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഏറെക്കുറെ ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഞാൻ ഓർക്കണ്ടേ, എനിക്ക് അതിനു മുന്നേ വരെയുള്ള ബർത്ത്ഡേകൾക്ക് മിക്കതിനും വീട്ടിലുണ്ടാവാറില്ല. പൊതുവെ ഏതെങ്കിലും കാട്ടിലൊക്കെ ആയിരിക്കും ബർത്ത്ഡേ ആഘോഷിക്കുന്നത്. ലൈക്ക് ഒരു പ്രാവശ്യം അതിരപ്പള്ളി വാഴച്ചാൽ അവിടെ ഏതോ ഒരു കാട്ടിലായിരുന്നു. പിന്നെ ഫ്രണ്ട്സിൻ്റെ കൂടെ ആയിരുന്നു ഇടുക്കിയിൽ. പിന്നെ അതുപോലെ തന്നെ ഓരോ ബർത്ത്ഡേയ്സും പല പല സ്ഥലത്തായിരുന്നു. ഒന്നും പ്രതീക്ഷിക്കില്ല, അങ്ങോട്ടേക്കാണ് പോകുന്നത്, അല്ലെങ്കിൽ അവിടെ വെച്ച് ഇത് ആഘോഷിക്കും എന്നൊന്നും പ്രതീക്ഷിക്കാത്ത രീതിയിലായിരിക്കും അത് സംഭവങ്ങളൊക്കെ വരുന്നത്. ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം. ഞാൻ വീട്ടിൽ തന്നെ, ആദ്യമായിട്ടാണെന്ന് പറയാൻ പറ്റില്ല, എന്നാലും എനിക്ക് ഓർമ്മ ഉള്ളിടത്തോളം കാലം ഇതാണ് എൻ്റെ വീട്ടിൽ തന്നെ ഇരുന്നുള്ള ഒരു ബർത്ത്ഡേ. പ്രത്യേകിച്ച് നെറ്റ്വർക്കും കൂടെ പോയപ്പോൾ ആർക്കെന്നെ വിളിക്കാൻ പറ്റില്ല, വിശ്വസ് പറയാൻ പോലും വിളിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എനിക്കും ആരെയും അങ്ങോട്ട് വിളിക്കാൻ പറ്റുന്നില്ല. ഞാൻ വീട്ടിൽ തന്നെ ഇരിപ്പായി. വാ, ഇനിയിപ്പോൾ അങ്ങോട്ടേക്കൊക്കെ ബർത്ത്ഡേ ആഘോഷിക്കുമോ അതോ ബർത്ത്ഡേ ആണെന്ന് നമ്മൾ അറിയുമോ? നല്ല ഡിഫറൻസ്. ഞാൻ എല്ലാം എൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ നോക്കാറുള്ള സംഭവമാണ്. പണ്ട് കുറച്ചും കൂടെയൊക്കെ ഒരു 10, 17, 18 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും ആ ദിവസം തന്നെ ഫോൺ എടുക്കാൻ പറ്റില്ല. എല്ലാവർക്കും ഉണ്ടാവും, റിലേറ്റബിൾ ആണിത്. ഫോൺ എടുക്കാൻ പറ്റാത്ത രീതിയിൽ മെസ്സേജസും റീമെൻഷനും അങ്ങനത്തെ പരിപാടികൾ കുറേ ഉണ്ടാവും. എന്ന് പറയുമ്പോഴത്തേക്കും വളരെ ചുരുങ്ങിയ, വളരെ അടുത്തുള്ളവർ അതിങ്ങനെ കുറഞ്ഞ് വന്നുകൊണ്ടിരിക്കും. ലാസ്റ്റ് അപ്പോൾ നമ്മൾ പോലും നമ്മുടെ ബർത്ത്ഡേ ഓർക്കത്തുണ്ടാവില്ല. അതിപ്പോൾ എല്ലാവർക്കും ഇങ്ങനെയാണോന്നുമില്ല. കോണ്ടാക്ട്സ് ഉള്ളവർക്ക് അല്ലെങ്കിൽ കുറച്ചും കൂടെ എല്ലാവരുമായിട്ടൊക്കെ ഇങ്ങനെ ഇതായിട്ട് നിൽക്കുന്നവർക്കൊക്കെ ചിലപ്പോൾ എല്ലാ ബർത്ത്ഡേ ഇങ്ങനെ ആയിരിക്കും. പക്ഷെ എൻ്റെ ബർത്ത്ഡേ ഇങ്ങനെയാണ്.
പോയ ടാസ്ക് നടന്നില്ല ഗൈസ്. എന്തൊരു മഴ എന്നറിയോ, എന്തൊരു നല്ലെന്നറിയാമോ. ഭയങ്കര മഴ, കയറി നിൽക്കട്ടെ ഒന്ന് അവസാനം. ഒരു രക്ഷയില്ലാത്ത മഴയായിരുന്നു. കുറയും കൂടും കുറയും കൂടും. അപ്പം ഞാൻ കയറി നിന്നിട്ട് പറ്റാത്തതുകൊണ്ട് തിരിച്ചു പോകേണ്ടി വന്നു. എനിക്ക് ബർത്ത്ഡേക്ക് തന്നത് കപ്പ് കേക്ക്. ദിസ് ഈസ് ബർത്ത്ഡേ സ്പെഷ്യൽ കപ്പ് കേക്ക്. ബർത്ത്ഡേ സ്പെഷ്യൽ ഒന്നുമില്ല, മീൻകറി മേടിച്ചു ഉണ്ടാക്കി. അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ ഡിന്നർ കഴിക്കുമ്പോഴത്തേക്കും 12 മണിയാവുന്നത്. സോറി. സോ ഡിന്നറാണിത്. നല്ല മീൻകറി, ചോറും. സമയം 12 മണിയാവാറ്. സോ ഇതോടുകൂടി ഒഫീഷ്യലായിട്ട് എൻ്റെ ബർത്ത്ഡേ വ്ളോഗ് അവസാനിപ്പിക്കുകയാണ്. സോ ഇനിയും നല്ല വീഡിയോസ് ഇടും. എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ ബൈ.